NDAയിലെ മധുവിധുകാലം കഴിഞ്ഞു. BJPയിലേക്കും NDAയിലേക്കും കുടിയേറിയവർക്കും കൂട്ടുകൂടിയവർക്കും ബാക്കിയായത് കഷ്ടവും നഷ്ടവും മാത്രം. BDJSും തുഷാർ വെള്ളാപ്പള്ളിയും BJP മുന്നണിയോട് വിട പറയുന്നു. പത്മജയും PC ജോർജും ഊരാക്കുടുക്കിൽ. BJPയിലേക്കും NDAയിലേക്കും കുടിയേറിയവർക്കും കൂട്ടുകൂടിയവർക്കും കഷ്ടപ്പാടും നഷ്ടങ്ങളും മാത്രമാണ് ബാക്കിയായത്. ഏറെക്കാലത്തെ ബാന്ധവത്തിന് ശേഷം BDJSും തുഷാർ വെള്ളാപ്പള്ളിയും BJP മുന്നണിയോട് വിട പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു വല്ലാത്ത നഷ്ടക്കച്ചവടമായി പോയെന്ന് വെള്ളാപ്പള്ളി നടേശനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു പതിറ്റാണ്ട് NDA മുന്നണിയിൽ കുശിനിപ്പണി നടത്തിയിട്ടും BDJSന് അവിടെ നിന്ന് യാതൊന്നും കിട്ടിയില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും നേടിയെടുക്കാൻ BDJSനെ കൊണ്ടായില്ല. രാജ്യസഭയിൽ MP സ്ഥാനവും കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനവുമായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതീക്ഷ. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തോൽക്കുക മാത്രമല്ല, BJPയിലെത്തിയ PC ജോർജിന് പത്തനംതിട്ട ലോക്സഭാ സീറ്റ് നൽകാതിരിക്കാനും നിലപാടെടുത്ത തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരും ഒരാഴ്ചയ്ക്കുള്ളിൽ BJPയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. വെള്ളാപ്പള്ളിയുടെ അടുത്ത നീക്കം LDFിലേക്കാണെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. എന്നാൽ തുഷാറിനായി UDF വല വിരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അടുത്ത മാസം 1-ാം തീയതി ചേർത്തലയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് മുന്നണി മാറ്റം BDJS ചർച്ച ചെയ്യുകയാണ്. സംസ്ഥാന ഭാരവാഹികളോടും 14 ജില്ലകളിലെയും പ്രസിഡന്റുമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ ക്യാമ്പിൽ മുന്നണി മാറ്റം പ്രമേയം വന്നതിന് പിന്നാലെയാണ് തുഷാർ വെള്ളാപ്പള്ളി യോഗം വിളിച്ചത്. NDAയിൽ നിന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്നും മുന്നണി വിടുന്നതാണ് ഭേദമെന്നുമുള്ള അഭിപ്രായം പാർട്ടിയിൽ ശക്തമായി ഉയർന്നു വരികയും ചെയ്തു. 9 വർഷമായി BJPയിൽ നിന്നും NDAയിൽ നിന്നും അവഗണനയാണ് പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം പാർലമെന്റിൽ തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കാതിരുന്നത് BJPക്കാരുടെ വോട്ട് കിട്ടാതിരുന്നതിലാണെന്നും ഈഴ വോട്ടുകൾ മാത്രമേ തുഷാറിന് ലഭിച്ചുള്ളൂവെന്നും കോട്ടയം ജില്ലാ നേതൃത്വം വിമർശനം ഉന്നയിച്ചു. BJPയിൽ നിന്നും NDAയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് NDA മുന്നണി വിടുവാൻ BDJS കോട്ടയം ജില്ലാ നേതൃക്യാമ്പ് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത്. NDAയിൽ തുടരേണ്ട ആവശ്യമില്ലെന്നും മറ്റ് മുന്നണികളിലുള്ള സാധ്യത സംസ്ഥാന അധ്യക്ഷൻ പരിശോധിക്കണമെന്നുമാണ് പ്രമേയം. വിവിധ പാർട്ടികളിൽ നിന്ന് BJPയിൽ ചേക്കേറിയ എല്ലാവരുടെയും ഗതി ഇതുതന്നെയാണ്. രാജ്യസഭയിൽ MP സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും സ്വപ്നം കണ്ടാണ് K കരുണാകരന്റെ മകൾ പത്മജ BJPയിൽ ആവേശത്തോടെ കാവി പുതച്ചതും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞതും. വന്ന വഴിയും വളർന്ന വഴിയും മറന്നുപോയ പത്മജ ഇപ്പോൾ എവിടെയെന്ന് പോലും ഒരാൾക്കും അറിയില്ല. നിയമസഭാ സീറ്റിൽ ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സീറ്റ് നൽകി തൃപ്തിപ്പെടുത്താനാണ് BJPയുടെ തീരുമാനം. കേന്ദ്ര വനിതാ കമ്മീഷനിൽ മുന്തിയ സ്ഥാനം ഉൾപ്പെടെ പത്മജ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒന്നും ലഭിച്ചില്ല. വലിയ മോഹത്തോടെ BJPയിലെത്തിയ PC ജോർജിനും അവിടെ രക്ഷയില്ല. റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ മുന്തിയ പദവികൾ പ്രതീക്ഷിച്ചെത്തിയ PC ജോർജിന് BJPയിൽ യാതൊരു നേട്ടവുമില്ലാതായി. പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോലും PC ജോർജിന് സാധിച്ചില്ല. സാക്ഷാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ച് നാണം വിട്ട് തോൽക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് മാത്രം. അനിലിന്റെ കാര്യം ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞു. കോൺഗ്രസ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉറപ്പുള്ള സീറ്റ് നൽകാനിരുന്ന അനിലിന്റെ രാഷ്ട്രീയ ഭാവിയും തീർന്നു. അബ്ദുള്ളക്കുട്ടിക്കും ഇത് തന്നെയാണ് ഗതികേടുണ്ടായിരിക്കുന്നത്. BJPയിലെത്തിയ അൽഫോൺസ് കണ്ണന്താനത്തിന് മാത്രമാണ് അല്പമെങ്കിലും ഗതി ഉണ്ടായത്. ഒരിക്കൽ MPയും കേന്ദ്രമന്ത്രിയുമായിരിക്കാനുള്ള അവസരം കണ്ണന്താനത്തിന് ലഭിച്ചു. കഴിഞ്ഞ 5 വർഷമായി അൽഫോൺസ് കണ്ണന്താനത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന G രാമൻ നായർ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായി കോൺഗ്രസ് അംഗീകരിച്ച ഡോക്ടർ J പ്രമീളാദേവി BJPയിൽ എത്തിയെങ്കിലും പദവിയും നേട്ടവും ഒന്നും പിന്നീട് ലഭിച്ചില്ല. സ്ഥാനമോഹത്തോടെ ആര് BJPയിൽ എത്തിയാലും അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നും തിരിഞ്ഞു നോക്കില്ലെന്ന് വ്യക്തമായിരിക്കുന്നു. വോട്ട് കച്ചവടത്തിനും നോട്ട് സമ്പാദനത്തിനും മുൻഗണനയുള്ള കേരള BJPയിൽ ആര് ചെന്നാലും കേരളത്തിലെ BJP നേതാക്കളുടെ ദാസ്യവൃത്തി ചെയ്യാമെന്നല്ലാതെ ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം.